പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. എന്ന് വെച്ചാൽ ഒരുപക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഏകദേശം ഞാനിത് വീഡിയോ ചെയ്യുന്നൊരു 3 മണിക്കൂർ മുമ്പ്, ഇപ്പോൾ ഏകദേശം 11 മണിയായി, അതായത് 10 മണി 9 മണിക്ക് എങ്ങാണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത വന്നു. ഇങ്ങനെയാണ്: അമ്മ മലയാളം പ്രഥമ മാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിന്. പ്രശ്നമൊന്നുമില്ല, അവർക്ക് അമ്മ മലയാളം എന്ന പേരിൽ ഒരു പ്രഥമ മാധ്യമ പുരസ്കാരം ലഭിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ പ്രഥമ മാധ്യമ പുരസ്കാരമാണ്. ആരാണ് ഈ അമ്മ മലയാളം മാധ്യമ പുരസ്കാരം ഉണ്ടാക്കിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ തെറ്റാണ്. ഇനി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്മൃതി പരുത്തിക്കാടിന് വേണ്ടത്ര വിലയൊന്നും ഈ ഒരു ചാനലിൽ കിട്ടുന്നില്ല. ഈ ചാനലുകാർ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ചാനൽ കാണുന്ന മലയാളികളാരും ഇവർക്ക് വേണ്ടത്ര വില കൊടുക്കുന്നില്ല. അത് ഭീകരമായിട്ടുള്ള ഒരു തകർച്ച, അല്ലെങ്കിൽ ഇവരെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഇവരെ ആക്രമിക്കുന്നൊരു സോഷ്യൽ മീഡിയയിൽ. എന്തൊക്കെ തന്നെയായാലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത്തരം ആക്രമണങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ ശരിയല്ല. അത് നല്ലൊരു പരിപാടിയല്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ കയ്യിലിരിപ്പോണ്ടാണ് ഇവർക്ക് ലഭിച്ചത് എന്നുകൂടി പറയേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് എല്ലാം തകർന്നു പോയൊരു മനുഷ്യരുണ്ട്. ആ തകർന്നു പോയ മനുഷ്യരിൽ പക്ഷേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത, ഹൃദയം തകർന്നു പോകുന്ന ഒരു അമ്മയുണ്ട്. 3 കുഞ്ഞുങ്ങളാണ് ആ ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. ഞാനിപ്പോഴും അമ്മയോടൊപ്പം തന്നെയാണ്. ആ ഒരു 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു അമ്മ നമ്മുടെ മുഖ്യമന്ത്രിയും കെ രാജൻ മിനിസ്റ്ററെയും കാണാൻ വന്നിരുന്നു. അവർക്ക് രാജൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് അവരെ വീട്ടിലത്തെ ഒരാളാണ്. അവരെ നോക്കാനൊക്കെ വന്നിട്ടുള്ള വീട്ടിലത്തെ ഒരു ഒരു മുതിർന്ന കാരണവർ എന്ന രീതിയിലാണ് അവരൊക്കെ കരുതുന്നത്. അദ്ദേഹത്തെ ജയിപ്പിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആളുകളെല്ലാം നമ്മുടെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നത്. എന്തായാലും ആ വന്നതിനെ അന്ന് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് അതൊരു നാടകമാണ് എന്നാ പറഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അധികം വിഷമം ഉണ്ടാക്കി ആ ഒരു പാവ അമ്മയ്ക്ക്. പിറ്റേ ദിവസം അവർ കരഞ്ഞുപോയി. അങ്ങനെയൊന്നും വന്നതല്ല, അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നി, അതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് ഈ ഒരു ഡയലോഗാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതി പരുത്തിക്കാടിനെ ഇത്ര അധികം ആക്രമിക്കുന്ന രീതിയിലേക്ക്, സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോയത്. ഇവരെ വർത്തമാനം കേട്ടിരിക്കാൻ കഴിയുന്നില്ല, അരോചകമാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, ചാനലിന് റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, പറയുന്ന കാര്യങ്ങളിൽ ഒട്ടും വ്യക്തതയില്ല, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ല, ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആ ശബ്ദം തന്നെ അരോചകമാണ് എന്ന രീതിയിലടക്കം ആളുകൾ പല വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇവർ നമ്മുടെ റിപ്പോർട്ടർ TVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഈ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ നോക്കി. ഏകദേശം 3000 പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട്. ആ 3000 പേരിലെ കമൻ്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, എങ്കിലും ഏകദേശം എനിക്ക് കാണാൻ കഴിയുന്നത് മുതൽ താഴത്തോട്ടൊന്ന് വായിച്ചാലോ എന്നൊരു ആലോചന തുടങ്ങി. ഇത് ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണല്ലോ, എന്തു വന്നാലും നമ്മൾ കമൻ്റാണ് നമ്മൾ ആദ്യം നോക്കുക, അതിൽ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കുറച്ച് ഭീകരമായി പോയി. ഒരാളെങ്കിലും സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത് നന്നായേനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി എൻ്റെ സംശയം, ഈ സ്മൃതി പരുത്തിക്കാടിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്മൃതി പരുത്തിക്കാടിനെ വെച്ചുകൊണ്ടൊരു ഇന്റർവ്യൂ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നടന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിരിക്കും. സ്മൃതി പരുത്തിക്കാടായിരുന്നു മെയിൻ അട്രാക്ഷൻ. അവരെ മുൻനിർത്തിക്കൊണ്ട് ആ ചാനലിൽ അത്യാവശ്യം മാന്യമായിട്ട് ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി. എത്രത്തോളം ഇടതുപക്ഷക്കാരിയാണ് അവർ ആക്രമിച്ചതൊക്കെ ശരിയാണോ, എന്താണ് അവരുടെ പക്ഷം എന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളുപ്പിക്കൽ നാടകമാണ് അതെന്നാണ് എനിക്ക് തോന്നിപ്പോയിട്ടോ. അതെൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്, അതവിടെ കിടക്കട്ടെ. എന്തായാലും ഇതും അതുപോലെ തന്നെ ഒരു സ്മൃതി പരുത്തിക്കാട് വെളുപ്പിക്കൽ അവാർഡാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതും പ്രഥമ മാധ്യമ പുരസ്കാരമാണ് അമ്മ മലയാളം. ഇനി അത് റിപ്പോർട്ടർ TVന് ഉണ്ടാക്കിയ ഒരു പുരസ്കാരമാണോ എന്നൊന്നും വലിയ പിടുത്തമല്ല. എന്തായാലും സ്മൃതി പരുത്തിക്കാടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് താഴത്തുള്ള കൊമന്റുകൾ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞത് നോക്കൂ. അതും ഒരമ്മയെ ആക്ഷേപിച്ച ഈ ദുഷിച്ച സ്ത്രീക്ക് കിട്ടിയ അവാർഡിന്റെ പേരാണ് പൊളി, അമ്മ മലയാള അവാർഡ്. ഇതിനും ഭേദം സംഘികളുടെ തെക്കേടത്തമ്മ അവാർഡായിരുന്നു. സംഘികൾ അവരെ ജനൻ TVയിൽ തെക്കേടത്തമ്മ പ്രഥമ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കുറെ അവാർഡുകളൊക്കെ അനിൽ നമ്പാർക്കും മറ്റൊക്കെ
അവരെന്നെ അവാർഡ് പ്രഖ്യാപിക്കുന്നു, അവർക്ക് തന്നെയാണ് അവാർഡ് ഉള്ളത്, അവരെന്നെ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന അവാർഡാണെന്ന് ഇതിലൊക്കെ ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. അതേപോലത്തെ ഒരു അവാർഡാണ് ഇത് എന്നാണ് നിഷാന്ത് ജോർജ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റും. ചില ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പോയെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്കെതിരെ ഇത്ര അധികം ഒരു എതിർപ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു അത്ഭുതത്തോടു കൊണ്ട് പറയുകയാണ്. അടുത്തത് ഗിരീഷ് ബാബു വയനാട്ടിലെ മക്കൾ നഷ്ടപ്പെട്ട അമ്മയെ അപമാനിച്ച് അതിന്റെ പേരിൽ സ്വന്തം തന്തയെയും തള്ളയെയും സോഷ്യൽ മീഡിയ വഴി തെറി വാങ്ങിക്കൂട്ടി തുമ്മിച്ചവൾക്കുള്ള പ്രത്യേക പുരസ്കാരമാണിത്. അസഹിഷ്ണുത ഒട്ടും കൂടാതെ വാങ്ങി നക്കണം മേഡം നിങ്ങൾ ഈ അവാർഡ്. അടുത്തൊരു കമന്റാണ്. തെക്കേടത്താം അവാർഡ് പോലെ മറ്റൊരെണ്ണം അല്ലാതെന്ത്? VD സതീശിന്റെ കുടുംബം കൊടുക്കുന്ന അവാർഡായിരിക്കും. ഇതൊക്കെ ആരുടെ കൊടുക്കുന്നത്? ഈ നാട്ടിൽ വേറെ ആരെയും കിട്ടിയില്ലേ? ഒരാൾ ഉറക്കെ ചിരിക്കുന്നു. 3 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയെ വേദനിപ്പിച്ചതാണോ അവാർഡ് എന്ന് പിള്ളൈ പട്ടാസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നു. അസഹിഷ്ണുതയ്ക്കുള്ള പ്രത്യേക അവാർഡ് എന്നാണ് വിൽസൺ ഇസാക്ക് പറയുന്നത്. ദിലീപ് ഗോപി ഏതാണോ ഇത്ര ദാരിദ്ര്യം പിടിച്ച അവാർഡ് കമ്മിറ്റി എന്നാണ് ദിലീപ് ഗോപി. സജി കണക്കിൽ പുരസ്കാരങ്ങൾ കൊടുത്തവർക്ക് നല്ല നമസ്കാരം. ഇതുപോലുള്ള പുരസ്കാരം ഇനിയും ഉണ്ടാവണം. മാധ്യമപ്രവർത്തകരല്ല, മാപ്രകൾക്ക്. അതിന്റെ താഴത്ത് അനിൽ ബാബു ഫ്ലോറിൽ നിന്ന് മലയാള ഭാഷ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഭാഷ പറയുന്നതിനാണോ ഈ തള്ളക്കി? കൊടുത്തോളൂ. കാരണം അവർ തന്നെ അവാർഡുകൾ നിർമ്മിക്കുന്നു, അവർക്ക് തന്നെ കിട്ടുന്നു. പരസ്പരം പുറം ചുരുയിലാണ് ഈ നടക്കുന്നത്. നുണയിച്ച് പ്രഥമ അവാർഡാണ് നൽകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, 3000-ഓളം കമന്റ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 11:30 സമയമാവുന്നു. ഈ 11 വരേക്കും 3000-ഓളം കമന്റിൽ ഒരു കമന്റ് പോലും സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ടോ, നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടോ, വണ്ടർഫുൾ എന്ന് പറഞ്ഞുകൊണ്ടോ, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടോ ഇല്ല. മുഴുവൻ ട്രോളുകളാണ്, തെറികളാണ്, ടാനിഷുകളാണ്. ഈ ഒരു അവാർഡെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും സ്മൃതി പരുത്തിക്കാട് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലത്തെ ആളുകളെല്ലാവരും ഇനിയെങ്കിലും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ. എത്രത്തോളമാണ് ഈ ഒരു സ്ത്രീയെ വെറുക്കുന്ന ജനതയുള്ളത് എന്നുള്ളതാണ്. ഒരാൾ പോലും, പുറത്ത് പലരും ഇതിനൊക്കെ പറയുന്നില്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ വെറുത്തു പോകുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഫ്ലോറില്ല സമയത്ത് ഞാൻ പലപ്പോഴും ഇവരുടെ ഡയലോഗ് ഒന്നും കേൾക്കാറില്ല പേഴ്സണലി. കാരണം നമുക്കതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ്. എന്നാൽ അരുൺകുമാറിൻ്റെ കേൾക്കും, ഡാറ്റ കിട്ടും, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്കത് വേണമെന്നേ. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയോളജി കിട്ടണം, കൃത്യമായിട്ടുള്ളൊരു ഡയലോഗ് കിട്ടണം. ഇതൊന്നും തീർച്ചയായിട്ടും എനിക്ക് ഇത്ര കാലം ഞാൻ പരിശോധിച്ചതിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകളിൽ നമുക്ക് കിട്ടാറില്ല. അവരെന്തെങ്കിലുമൊക്കെ തോന്നിയത് വിളിച്ചു പറയുക എന്നല്ലാതെ ഒരു അസഹിഷ്ണുതയുടെ മൂർത്തിമദ്ഭാവമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവർ ചെയ്തു കൂട്ടായിട്ട് കിട്ടിയിട്ടില്ല. കാണുന്നവർക്ക് എന്തെങ്കിലും ലഭിക്കണ്ടേ? ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, നമ്മൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചർച്ചയിൽ നിന്ന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ ഇന്ന് കിട്ടണ്ടേ? പക്ഷെ അരുൺകുമാർ അതല്ല, പഠിച്ച് ചിലപ്പോൾ രേഖകളൊക്കെ തയ്യാറാക്കി അതിങ്ങനെ അവതരിപ്പിക്കും. ഇപ്പോൾ വയനാടത്തെ ഇഷ്യൂ തന്നെ 3 വീടിൻ്റെ മേൽഭാഗത്തുള്ള ചോർച്ചകളുടെ ഫോട്ടോ എടുത്ത് അതെന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഇതെങ്ങനെയാണ് അടയ്ക്കാൻ പോകുന്നത്, ശാസ്ത്രീയമായ രീതി എന്താണ്, ഇത് സംഭവിക്കാറുണ്ട്, എല്ലായിടത്തും സംഭവിക്കാറുണ്ട് എന്നൊക്കെ കൃത്യമായിട്ടും പറയുന്നു, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പറച്ചിലുകളോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ പരിഗണിക്കാറില്ല. എന്തായാലും ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നുണ്ടായിരിക്കുക റിപ്പോർട്ടർ ചാനൽ തന്നെ ആയിരിക്കും. കാരണം സദസ്സിൽ ഒരാൾ പോലും നമുക്ക് കൈയടിക്കാനില്ലല്ലോ എന്നുള്ളതാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇത്ര അധികം ആളുകൾ എതിർക്കുന്നത്? സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ബൈ.